ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Luke chapter 15 verses 25 through 32. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ട് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, അവിടുന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെയും ഈ വർഷം വീണ്ടും ഒന്ന് ഓർക്കുവാൻ തക്കോണം സഭയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ നോമ്പിൻ്റെ കാലങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ തന്നെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ തക്കോണം ഈ നാളുകളിൽ അവിടുന്ന് ഇടയായി തീരുന്നുണ്ടല്ലോ. കർത്താവെ, സൂക്ഷ്മമായി ഞങ്ങളുടെ ജീവിതത്തെ നിൻ്റെ വചനത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളൊന്ന് നോക്കുമ്പോഴും പഠിക്കുമ്പോഴും ഏറെ കുറവുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. ഒരു പ്രാവശ്യം കൂടെ നിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ വചനം ഞങ്ങൾക്ക് നൽകിയ ബലത്തിനായിട്ടും മാർഗനിർദ്ദേശങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നും അത്തരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ പ്രിയ കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ശരിയായ രീതിയിൽ കാണുവാൻ തക്കോണം അവിടുന്ന് നീ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വന്നു ചേർന്ന് പ്രിയ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ പ്രിയപ്പെട്ടവരെയും നീ ഇവിടുന്ന് സഹായിക്കണമേ. വ്യത്യസ്ത ജീവിത അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ പ്രിയ കർത്താവെ, ഈ നിൻ്റെ വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നീ വിഭാഗിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ, എന്നാൽ നിൻ്റെ ആത്മാവ് ഈ വചനത്തെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണമേ. അടിയനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നൽകിയ ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം വാക്കും ശബ്ദവും നീ അവിടുന്ന് നൽകി തരണമേ. മുൻപോട്ടുള്ള നിമിഷം നിൻ്റെ ശബ്ദം മാത്രം കേൾക്കുവാൻ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നമ്മുടെ യുഹാനൻ മാർത്തോമ മെമ്മോറിയൽ സ്റ്റഡി സെൻറ്ററിൽ വെച്ച് മാർത്തോമ സഭയുടെ പട്ടക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ക്രമീകരിക്കുകയുണ്ടായി. മാർത്തോമ സഭയുടെ പട്ടക്കാർക്ക് വേണ്ടിയിട്ട് ആണ് ആ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ക്രമീകരിച്ചെങ്കിലും ലേമനായിട്ട് നമ്മുടെ മാർത്തോമ കോളേജിലെ പ്രിൻസിപ്പലും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ പ്രിൻസിപ്പലും അതോടൊപ്പം തന്നെ ലൂതറൻ സഭയിലെ ചില പട്ടക്കാരും ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേർന്നു. തിങ്കളാഴ്ച ആരംഭിച്ച ഈ മീറ്റിംഗ് വൈകുന്നേരത്തെ ഡിന്നറിന്, നോമ്പിൻ്റെ കാലഘട്ടമാണ്, അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാം വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ പോകുന്നത്. എല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു. എന്നാൽ ചപ്പാത്തി, പനീര്, വെജിറ്റബിൾ കറി, അത് കഴിഞ്ഞപ്പോൾ കപ്പ വേവിച്ചതുണ്ട്. കപ്പ വേവിച്ചതിൻ്റെ കൂടെ മീൻ കറിയുണ്ട്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ മീൻ കറിയൊക്കെ വെക്കാൻ കാരണം നമ്മൾ മാത്രമല്ലല്ലോ, മറ്റ് പ്രിയപ്പെട്ടവരുമുണ്ട്. ഒരു പക്ഷെങ്കിൽ അവർ ഈ നോമ്പ് എടുക്കാത്തവരായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കാം. എന്നാൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയും അവിടെ വെച്ചപ്പോൾ ഒരു രസകരമായ ഒരു കാഴ്ച എനിക്ക് കാണാനായിട്ട് സാധ്യമായി തീർന്നു. ഒരാൾ ചപ്പാത്തി, പനീര്, വെജിറ്റബിൾ കറി, കപ്പയുടെ കൂടെ എങ്ങനെയാണ് വെജ് കൂട്ടി കഴിക്കുന്നത്? അപ്പോൾ ഇച്ചിരി മീൻ ചാറും മീനുണ്ടെങ്കിലേ അത് കഴിക്കാനൊരു സുഖമുള്ളൂ.
എന്നും പറഞ്ഞ് മീൻ കറിയൊക്കെയും എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ നടന്നു പോയ വഴിക്കാണ് നമ്മുടെ അഭിമന്യ തിരുമേനിയും അവിടെ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കണ്ടത്. തിരുമേനിയെ കണ്ട ഉടനെ ആ എടുത്ത 2 ചപ്പാത്തി ഈ മീനും മീൻചാറിൻ്റെ മണ്ടേ വെച്ചിട്ട് നടക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. എന്നാൽ എന്നെ ഒത്തിരി അധികം ചിന്തിപ്പിച്ചു. അതായത് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളും ഒരു പെർഫോമൻസ് ആണ്, പക്ഷെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഒരു പക്ഷെങ്കിൽ ഞാനിപ്പോൾ മീൻകറി കഴിച്ചു എന്ന് അഭിമന്യ തിരുമേനി അറിയുന്നതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്, എന്താണ് പ്രശ്നം? അത്തരത്തിലെ ഒരു ബന്ധവും ഞാനും തിരുമേനിയും തമ്മിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു പക്ഷെങ്കിൽ ഞാൻ മീൻ കഴിച്ചു എന്ന് തിരുമേനി അറിയുകയാണെങ്കിൽ അതൊരു പക്ഷെങ്കിൽ അത് ഒരു പ്രയാസ സിറ്റുവേഷൻ ഉണ്ടാക്കും. അത് എൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എവിടെയെങ്കിലും ഗ്രാഫ് ഒന്ന് കുറയ്ക്കും എന്നുള്ളൊരു ചിന്തയും കൊണ്ടല്ലേ ഈ പറയുന്ന ചപ്പാത്തി എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാൻ തക്കോണം ഇടയായി തീർന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാത്തിലും ഇന്ന് അധികമായിട്ട് റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും പെർഫോമൻസാണ്. ഈ ഒരു വേദഭാഗം നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഈ ഒരു വേദഭാഗത്തും അത്തരത്തിലെ ഒരു പെർഫോമൻസിൻ്റെ വാഗ്വാദങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം സാധ്യമായി തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മനസ്സുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യും. കാരണം എത്ര നാളുകളായിട്ടാണ് ഈ മുടിയനായ പുത്രൻ്റെ കഥ നമ്മൾ കേൾക്കുന്നത്, എത്ര നാളുകളായിട്ടാണ് ഈ മുടിയനായ പുത്രൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇന്നും എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനായിട്ടില്ല. എന്നാൽ ഒരുമിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം എവിടെയാണ് നമ്മൾക്ക് കുറവ് വന്നിട്ടുള്ളത് എന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ എടുത്തു നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഉപമകളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. അതിൻ്റെ ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് 100 ആടുകൾ ഉണ്ടായിരുന്നു, ഒരാട് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ ഉപമ എന്ന് പറയുന്നത് 10 ദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു കോയിൻ നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തെ ഉപമയാണ് ഇപ്പോൾ വായിച്ച അതിൻ്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഈ എല്ലാ 3 ഉപമകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ 3നെയും പരിശോധിച്ചാൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വലിയ കഥയാണ് ഈ 3 ഉപമകളും പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഒന്നാമത്തെ മകനെ നഷ്ടപ്പെട്ടവനായിട്ട് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ, നമ്മൾ മുദ്ര കുത്തുമ്പോൾ, ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടവൻ ഒന്നാമത്തവനല്ല, രണ്ടാമത്തവനാണ്. 1ഉം 2ഉം ഉപമകൾ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ, ഒരാട് കളഞ്ഞു പോയപ്പോൾ ആ ആടിനെ തേടി ഇടയൻ പോകുന്നു. രണ്ടാമത്തെ കോയിൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ കോയിനിനെ തേടി ദാണ്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ മൂന്നാമത്തെ ഉപമയ്ക്കകത്ത് മകൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവിടെ ഈ അപ്പൻ മകനെ തേടി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഈ നഷ്ടപ്പെട്ടു പോയ മകനെ അപ്പൻ തേടി പോകുന്നില്ല, പക്ഷെ അപ്പൻ ഒരു മകനെ തേടി പോകുന്നുണ്ട്. 28-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇളയ മകനെ കുറിച്ച് പറയുന്നു. അപ്പന് പൂർണ്ണ ബോധ്യമുണ്ട്, അവൻ മരിച്ചവനാണ്, ഏതവസ്ഥയിലാണെങ്കിലും അവൻ തിരിച്ചു വരും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് അപ്പൻ വീട് വിട്ടു പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പൻ വീട്ടിൽ ഇരുന്നു കൊണ്ട് നോക്കുകയാണ്, എന്നെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഇളയ മകൻ വരും എന്നതിന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, എനിക്കറിയാം അവൻ ആരാകുന്നു എന്ന്. എന്നാൽ ഈ മൂത്ത മകനെക്കുറിച്ച് അപ്പന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്, അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആഘോഷം നടക്കുന്നതായിട്ടുള്ള സമയത്ത് അപ്പൻ അറിയാം ഈ മകൻ ഇനി ജീവിതത്തിൽ വീട്ടിൻ്റെ അകത്ത് കയറത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇന്നല്ല, നേരത്തെ തൊട്ടേ അവൻ നഷ്ടപ്പെട്ടവനായതുകൊണ്ട് അപ്പൻ ഇതാ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവനോട് പറയുകയാണ്, നീ ദയവ് ചെയ്ത് നീ അകത്തോട്ട് വരണം. അങ്ങനെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തെ ആകമാനം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടു പോയത് ഒന്നാമത്തെ മകനല്ല, നഷ്ടപ്പെട്ടു പോയത് രണ്ടാമത്തെ മകനാണ്. കാരണം ഇവിടുത്തെ പിതാവെന്ന് പറയുന്നത്, ഇടയൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ദ്രവ്യം കാണാൻ വേണ്ടി പോകുന്ന അതിനെ എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്, കൊടുത്തിരിക്കുന്ന ചിത്രം ദൈവത്തിൻ്റെ ചിത്രമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നതായിട്ടുള്ള മകനെയാകുന്നു ഈ അപ്പൻ തേടി പോകുന്നത്. ഈ മകനെ സംബന്ധിച്ചിടത്തോളം അപ്പനുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പനുമായിട്ട് പെർഫോമൻസ് ആണ് അപ്പൻ്റെ മുൻപിൽ അവൻ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പനോട് പറയുന്ന ഓരോ വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പനുമായിട്ടുള്ളൊരു ബന്ധത്തേക്കാൾ കൂടുതൽ
അവിടെ അവൻ ചെയ്ത ചില പെർഫോമൻസിനെ കുറിച്ചാണ് അവിടെ ആ മൂത്ത മകൻ പറയുന്നത് എന്ന് കാണാനായിട്ട് സാധ്യമായി തീരും. മലയാളത്തിൽ അതിൻ്റെ ആ ഒരു സ്ട്രെസ് അല്പം കുറവാണ്. ഇംഗ്ലീഷിൽ 29ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ബട്ട് ഹി ആൻസേർഡ് ഹിസ് ഫാദർ, ലുക്ക്, these many years I have been slaving for you and I have never disobeyed your command. Look, നോക്കുക. അപ്പനോട് പറയുകയാണ്. അപ്പൻ ഇതാ ഇളയ മകന് വേണ്ടിയിട്ട് കാളക്കുട്ടിയൊക്കെ അർത്ഥതായിട്ടുള്ള സമയത്ത്, അപ്പൻ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് അപ്പനോട് പറയാം, അപ്പ നീ ഒന്ന് നോക്കിക്കേ, നീ എവിടെയൊക്കെയോ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതും ഞാൻ ഇത്രയും നാളും പ്രയത്നിച്ചതും, സംവേ യു ഹാവ് ഫൊഗോട്ടൻ ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് ഡൺ. മൈ പെർഫോമൻസ് റെക്കോർഡ് ഇസ് നോട്ട് ദെയർ ഇൻ യുവർ ലിസ്റ്റ്. ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്തു, നീ അത് ഓർക്കുന്നില്ല, നീ ഒന്ന് നോക്കുക എന്ന് പറയുക. രണ്ടവൻ ഉപയോഗിക്കുന്ന വാചകം ഐ ഹാവ് ബീൻ സ്ലേവിങ് ഫോർ യു എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറയുന്നത് ഞാൻ നിന്നെ സേവിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ സ്ലേവിങ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുമിച്ചാണ് ഒരു ബിസിനസ്സിലായിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുമിച്ചാണ്, കുടുംബമായിട്ടാണ് ഒരു ശുശ്രൂഷയിലായിരിക്കുന്നത്. എന്നാൽ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ശുശ്രൂഷയാണ്, ഇത് എൻ്റെ ബിസിനസ്സാണ് എന്നുള്ളൊരു ബോധ്യം വന്നിട്ടില്ല. പിന്നെയോ ഒരു ബോസിനെ പ്രസാദിപ്പിക്കുന്നത് പോലെ അപ്പനെ പ്രസാദിപ്പിക്കുക മാത്രമായിരുന്നു ഇവൻ ചെയ്യുന്നത് കൊണ്ട് അവൻ പറയുകയാണ് ഐ ഹാവ് ബീൻ സ്ലേവിങ് ഫോർ യു എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് ഐ ഹാവ് നെവർ ഡിസൊബേഡ് യുവർ ഓർഡേഴ്സ്. വേറെ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം, നീ എൻ്റെ ഒരു റെക്കോർഡ് ആദ്യം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാലും മൈ പെർഫോമൻസ് റെക്കോർഡ് ഇസ് ഫ്ലോലെസ്. ഒരു തെറ്റ്, ഒരു കുറവ്, ഒരു ബ്ലാക്ക് മാർക്ക് എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിനക്ക് കാണാനായിട്ട് സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് ഐ എം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് എന്ന് ഈ ആൾ പറയുകയാണ്. അവിടെയാണ് നമുക്കും അബദ്ധം പറ്റിപ്പോകുന്നത്. അറിഞ്ഞോ അറിയാതെയോ ദൈവസന്നിധിയിലായാലും, അറിഞ്ഞോ അറിയാതെയോ ചില ശുശ്രൂഷ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും, അറിഞ്ഞോ അറിയാതെയോ നേതൃത്വം നൽകാൻ നിൽക്കുന്നതായിട്ടുള്ള ഇടങ്ങളിലും, അറിഞ്ഞോ അറിയാതെയോ ബന്ധത്തെക്കാൾ കൂടുതൽ അത് പെർഫോമൻസ് ആയി പോകും. ദൈവവുമായിട്ടും ഒരു ബന്ധത്തെക്കാൾ കൂടുതൽ, ഒരു റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആയി പോകുന്നതായിട്ടുള്ള പല അനുഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 3-4 ചെറിയ കാര്യങ്ങൾ എപ്പോഴാണ് നമുക്ക് എൻ്റേത് പെർഫോമൻസ് ആണ്, ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാകാൻ ഇടയായി തീരുന്നത്. ഒന്ന്, ഇഫ് ഐ എം ഫീലിംഗ് ഗോഡ് ഓവ്സ് മീ, ഐ എം പെർഫോമൻസ് ഓറിയൻറ്റഡ്. എനിക്ക് തോന്നുകയാണ് ദൈവം എനിക്ക് കടക്കാരനാണ്, ദൈവം എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എന്നെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐ എം പെർഫോമൻസ് ഓറിയൻറ്റഡ്. എന്നെങ്കിലും ഈ മകൻ വന്ന് അപ്പനോട് പറയുന്ന വാചകം ഇപ്രകാരമാണ്. ഈ മകൻ വന്നിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടത് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഞാൻ ഇത്ര നല്ലവനാണല്ലോ, ഞാൻ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും നീ എനിക്ക് ഒരിക്കൽ പോലും ഈ ഒരു കാര്യം നീ എനിക്ക് നൽകി തന്നിട്ടില്ല. യു വർ സപ്പോസ് ടു ഗിവ്. ഇവന് കാളക്കുട്ടിയെ കൊടുക്കുമ്പോൾ എനിക്ക് ആനന്ദിക്കുവാൻ വേണ്ടിയിട്ട്, എനിക്ക് ഒരുമിച്ചൊന്ന് കൂടാൻ വേണ്ടിയിട്ട് ഇതാ നീ ഒരിക്കൽ പോലും അത്തരത്തിലെ ഒരു കാര്യം പോലും എനിക്ക് നൽകി തന്നിട്ടില്ല എന്ന് പറയുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പ്രാർത്ഥനകളിലും ദൈവത്തോട് നമ്മൾ ഇപ്രകാരം പറയാറുണ്ട്, ദൈവമേ, ഞാൻ നിരന്തരം പള്ളിയിൽ പോയില്ലേ, ഞാൻ നിരന്തരം പ്രാർത്ഥനയിൽ പോയില്ലേ, ഞാൻ ഇതെല്ലാം ചെയ്തല്ലോ, നിനക്ക് ഇത് തന്നാൽ എന്താണ് കുഴപ്പം, നീ ഇത് തരേണ്ടിയവൻ അല്ലേ എന്ന് പോലും അറിഞ്ഞോ അറിയാതെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മൂത്ത സഹോദരനെ പോലെ തന്നെയാകുന്നു നാം എന്ന് നമ്മൾ ചിന്തിക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാർത്ഥനകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ എവിടെയോ നമ്മളും പറയുന്നുണ്ട്, ദൈവമേ, നീ എനിക്ക് കടപ്പെട്ടിരിക്കുന്നു, നീ പറഞ്ഞതൊക്കെയും ഞാൻ ചെയ്തതുകൊണ്ട്, ഞാൻ എൻ്റെ ജീവിത യാത്രകളിൽ ചെയ്തതുകൊണ്ട് നീ കടപ്പെട്ടിരിക്കുന്നു, യു ഓവ് മീ എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. 2, ഇഫ് ഐ ഹാവ് റിസെൻറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഗോഡ്, ഐ എം പെർഫോമൻസ് ഓറിയൻറ്റഡ്. റിസെൻറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തോട് എനിക്കൊരു അമർഷം, ദൈവത്തോട് എനിക്കൊരു നീരസം, ദൈവത്തോട് എനിക്ക് കോപമുണ്ടെങ്കിൽ then I am performance oriented rather than relationship oriented. ഈ പറയുന്ന മൂത്ത സഹോദരനെ കുറിച്ചും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൻ കോപിച്ചു. പിതാവിൻ്റെ ചില പ്രവർത്തനങ്ങളൊന്നും ഈ പറയുന്ന മകൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. പിതാവിൻ്റെ ചില കൊടുക്കലുകൾ അത്രത്തോളം അവന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തോന്നിയില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് വന്നിട്ടുണ്ട്.
പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇതൊരു ട്രാൻസ്ഫറിൻ്റെ കാലഘട്ടമാണ്. എല്ലാ ട്രാൻസ്ഫറുകളുടെ കാലഘട്ടവും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതുവരെ സഭയ്ക്ക് എല്ലാ അച്ഛന്മാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു ട്രാൻസ്ഫർ ഇതുവരെ നൽകാൻ പറ്റിയിട്ടില്ല. ഇനിയൊട്ട് നൽകാൻ പറ്റത്തുമില്ല, അത് സാധ്യമല്ല. ഏതൊരു ട്രാൻസ്ഫർ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതൃപ്തരായിട്ടുള്ള ഒത്തിരി അച്ഛന്മാർ കാണും. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ചില പോസ്റ്റിംഗ് കിട്ടാതെ വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആക്കിയിരിക്കുന്നതായിട്ടുള്ള ആളിനെ ഞാനൊന്ന് അളക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ പറയുമല്ലോ, എൻ്റെ അത്രയും കഴിവില്ലാത്തതായിട്ടുള്ള ആളിന് ആ ഒരു സംഭവം കിട്ടിയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ നൽകുന്ന തിരുമേനിയോട് ചിലപ്പം ദേഷ്യമാണ്, ഭദ്രാസന സെക്രട്ടറിയോട് ചിലപ്പം നമുക്ക് ദേഷ്യമാണ്, സിനഡിനോട് ചിലപ്പം ദേഷ്യമാണ്, ദൈവത്തോട് തന്നെ ചിലപ്പോൾ നമുക്ക് ദേഷ്യമാണ്. ഈ പറയുന്നതായിട്ടുള്ള മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ്റേതാണ് ഇതെല്ലാം, അപ്പൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അപ്പം ചെയ്തതായിട്ടുള്ള സമയത്ത് അപ്പൻ കൊടുത്തതായിട്ടുള്ള ആ ഒരു രീതിയിൽ ഈ മകന് അത്രത്തോളം സന്തോഷവും താല്പര്യവും വരുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് ഐ ഫീൽ ദറ്റ് ഗോഡ് ഓവ്സ് മീ, ദൈവം എനിക്ക് കടപ്പെട്ടവനാണ്, കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ദൈവത്തോട് നമുക്കൊരു റിസെൻറ്റ്മെൻറ്റ്, നീരസം, അമർഷം, കോപം ഇത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരുന്നു. മൂന്നാമതായിട്ട്, ഇഫ് ഐ എം യൂസിങ് മൈ ഓൺ സ്കോർ കാർഡ്, ഐ എം പെർഫോമൻസ് ഓറിയൻറ്റഡ്. ഞാൻ എൻ്റെ തന്നെ ഒരു അളവുകോല് വെച്ചാണ് ഞാൻ എല്ലാത്തിനെയും അളക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഏതൊരു ആളും, ഇവിടെ ഇരിക്കുന്ന ഏതൊരു ആളും നമ്മൾ നമ്മുടെ തന്നെ അളവുകോല് വെച്ചാണ് എല്ലാത്തിനെയും അളക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പരിപാടി ഇവിടെ നടന്നാലും നമ്മളുടെ ചില ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമുള്ള പരിപാടികളല്ല നടക്കുന്നതെങ്കിൽ അവിടെയെല്ലാം നമ്മൾ അതിന് ചില മാർക്കുകൾ നമ്മൾ ഇടും. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ മെച്ചമായിട്ട് ഒരാളുണ്ട് എന്ന് ഇതുവരെ ആർക്കും പറയാനായിട്ട് സാധ്യമായി തീരത്തില്ല. ഞാൻ എൻ്റെ അളവുകോല് വെച്ചാണ് എപ്പോഴും നോക്കുന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ കൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള CK ടൈറ്റസ് അച്ഛൻ എന്നേക്കാൾ മെച്ചമാകത്തില്ല. എപ്പോഴും എന്നേക്കാൾ താഴെ ഉള്ളൂ. എനിക്ക് എപ്പോഴും ക്രിറ്റിസിസവും നെഗറ്റീവും മാത്രമേ പറയാനുള്ളൂ. ഒരുമിച്ച് ഒരു സെൻറ്ററിൽ പ്രവർത്തിക്കുമ്പോഴും അവിടെയും ഞാൻ എൻ്റെ അളവുകോല് വെച്ച് നോക്കുന്നത് കൊണ്ട് മറ്റ് ഇടവകളിൽ ഇരിക്കുന്നതായിട്ടുള്ള അച്ഛന്മാരെല്ലാം എന്നേക്കാൾ താഴെയാണ്. ബിക്കോസ് ഐ എം ദ വൺ ഹു ഈസ് ഡിസൈഡിങ് വാട്ട് ദ ബെഞ്ച് മാർക്ക് ഇസ്. ഇവിടെയും ഈ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഹീസ് ദ വൺ ഹു ഈസ് ഡിസൈഡിങ് വാട്ട് ദ ബെഞ്ച് മാർക്ക് ഇസ്. എന്നാൽ അവിടെ അപ്പൻ പറയുന്നതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. അപ്പൻ അവനോട് പറയുകയാണ്, എൻ്റെ മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ. അതിനെ ലിറ്ററലായിട്ട് എടുത്താൽ പോലും അത് സത്യമാണ് അപ്പൻ പറഞ്ഞത്. ഇളയ മകൻ അവന് വേണ്ടിയതെല്ലാം എടുത്തുകൊണ്ട് പോയി, അവൻ ആവശ്യമുള്ളതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇനി എല്ലാം ഇവൻ്റേതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിൻ്റേത് തന്നെയാകുന്നു എല്ലാം. നീ ചെറിയൊരു ആട്ടിൻകുട്ടിയാണ് ചോദിച്ചത്, എന്നാൽ ഈ വീട്ടിലുള്ളതെല്ലാം നിൻ്റേതാകുന്നു എന്ന് ആ മകന് എവിടെയോ മനസ്സിലാകാനായിട്ട് സാധ്യമായി തീർന്നില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ ചില ബെഞ്ച് മാർക്ക് വെക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപിലും അത്തരത്തിലെ ചില സ്കോർ കാർഡുകൾ നമ്മൾ നിരത്തി വെക്കുമ്പോൾ, ദൈവം ഇതിനേക്കാളൊക്കെയും എത്ര അധികമാകുന്നു നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതും താല്പര്യപ്പെട്ടതും നൽകിയിരിക്കുന്നതും എന്നറിഞ്ഞോ അറിയാതെയോ നമ്മൾ മനസ്സിലാക്കാതെ പോകും. ഇവൻ്റെ മനസ്സ്, ഇവൻ്റെ ചിന്ത അത്ര സഞ്ജൂതമായിരുന്നു, അത്ര ചെറുതായിരുന്നു, നാരോ ആയിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും ഇന്നും നമ്മൾ അത്തരത്തിലെ ചില സ്കോർ കാർഡ് വെച്ചാണ് നമ്മുടെ കൂടെയുള്ളവരെ എപ്പോഴും അളക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് ഒത്തിരി ധാരാളം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ അളവിനെ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധ്യമായി തീരുന്നില്ല. നാലാമതായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇഫ് ഐ എം അൺഏബിൾ ടു സെലിബ്രേറ്റ്, ദെൻ ഐ എം പെർഫോമൻസ് ഓറിയൻറ്റഡ്. ആഘോഷങ്ങളിൽ എനിക്ക് പങ്കുചേരാനായിട്ട് സാധ്യമായി തീരുന്നില്ല എങ്കിൽ ഞാൻ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഈ ഇടവകയിൽ നടന്ന എല്ലാ ശുശ്രൂഷയിലും ഈ ഇടവകയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും 100% മനസ്സോടുകൂടെയാണ് പങ്കെടുത്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായിട്ട് പറ്റുമെന്ന്. എവിടെയെങ്കിലുമൊക്കെയും ചില നീരസങ്ങൾ എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ആഘോഷങ്ങളിൽ നമുക്കങ്ങോട്ട് പങ്കുചേരാനായിട്ട് സാധിക്കുന്നില്ല, കാരണം നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങോട്ട്
ഇളയ മകൻ വന്നതിൻ്റെ ആ ഒരു വലിയ സന്തോഷം അവനങ്ങോട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൻ പറഞ്ഞ മറുപടി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഈ മകനോട് പറയുകയാണ്, വി ഹാഡ് നോ അതർ ചോയ്സ്. അപ്പൻ എന്താണ് അവസാനം പറയുന്നത്? ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് എന്തായിരുന്നു? അത്യാവശ്യമായിരുന്നു. വി ഹാഡ് ടു സെലിബ്രേറ്റ് എന്നാണ് പറയുന്നത്. വി ഹാഡ്, അത് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് ചെയ്തേ പറ്റത്തുള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല. വി ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ് എന്ന് ഇവിടെ പറയുകയാണ്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒത്തിരി പ്രസംഗങ്ങളും എല്ലാം നമ്മൾ ഈ നാളുകളിൽ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വഭാവവും ഒന്നും തന്നെ മാറിയിട്ടില്ല. ഈ ഇളയ മകൻ ഓടിപ്പോയിട്ടും തിരിച്ചു വന്നപ്പോഴും മൂത്ത മകൻ അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറല്ല. മൂത്ത മകനെ ആ മനസ്സ് പറ്റുന്നില്ല. ഇന്ന് നമ്മളെല്ലാവരും ആ ഒരു അവസ്ഥയിലാകുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ഈ ദൈവത്തിൻ്റെ മുൻപിൽ ഓരോ ഞായറാഴ്ചയും വന്ന് നമ്മൾ ഓരോരുത്തരും പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും മാറിയിട്ടില്ല. അവൻ അപ്പൻ്റെ കൂടെ നിന്ന് അവൻ പെർഫോമൻസ് ആണ് ചെയ്തത്. ഒരു നല്ല മകൻ എന്ന് ചമയാൻ വേണ്ടിയിട്ട് അവൻ ഏറെ ശ്രമിച്ചു. പക്ഷെങ്കിൽ എവിടെയോ ഹിസ് ഹാർട്ട് വാസ് ഫാർ 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 അവേ, എവിടെയോ ദൂരെയായിരുന്നു. അവൻ്റെ അടുക്കലേക്ക് എത്താനായിട്ട് സാധ്യമായി തീർന്നില്ല. ഈ 50 നോമ്പ് നമ്മൾ ഒരുമിച്ച് കൊണ്ടാടുമ്പോൾ ഹൃദയം ദൈവത്തോടൊപ്പം ആ ഒരു ബന്ധത്തിലായിരിക്കാൻ നമുക്കിടയായി തീരുമോ? ഈ കഥയ്ക്ക് അവസാനമില്ല. ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്, ഈ അപ്പൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ചില പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വീട്ടിലൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന്. നമുക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ഈ കഥയെ കൊണ്ടുപോകാം. ബിക്കോസ് ദ ബൈബിൾ ഹാസ് നോട്ട് ഗിവൻ ആൻ എൻഡിങ്. എന്നാൽ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ അകത്ത് ഈ കഥയ്ക്ക് 2-3 രീതിയിൽ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് ആ എഴുത്തുകാരൻ പറയുന്നത്, അപ്പൻ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മകന് ഭയങ്കരധികം വിഷമമുണ്ടായി. ഈ മകൻ അപ്പൻ്റെ കാൽക്കൽ വീണിട്ട് അപ്പനോട് പറയുകയാണ്, അപ്പ, എൻ്റെ സ്നേഹമില്ലായ്മയ്ക്ക് വേണ്ടി, എൻ്റെ നിസ്സംഗതയ്ക്ക് വേണ്ടി, എൻ്റെ അഹങ്കാരത്തിന് വേണ്ടി, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നെ നീ വീണ്ടും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അപ്പനോട് കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുന്നു. അപ്പൻ അവനെ സ്വീകരിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. ഈ ഇളയ സഹോദരൻ അകത്ത് നിന്ന് അറിയുന്നു മൂത്തയാൾ അകത്തേക്ക് കയറുന്നില്ല എന്ന്. ഈ ഇളയ സഹോദരൻ ഓടി വരികയാണ്. ഈ ഇളയ സഹോദരൻ ഓടി വന്നിട്ട് ഇവനോട് പറയുകയാണ്, അച്ചച്ചാ, സോറി, അബദ്ധം പറ്റിപ്പോയി, എനിക്ക് ഈ വീട്ടിലെ ഒന്നും വേണ്ട, എല്ലാം നിൻ്റേത് തന്നെയാണ്, പക്ഷെ നീ അകത്ത് വരണം, നമുക്ക് വീണ്ടും പണ്ടത്തെ പോലെ നമുക്ക് ജീവിക്കാം, നമുക്ക് അകത്തോട്ട് വരണം. അങ്ങനെ അവൻ അകത്തേക്ക് വരികയാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു എൻഡിങ് കൂടെ അതിൻ്റെ അത് പറയുന്നു. അപ്പൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മൂത്ത മകന് വീണ്ടും ദേഷ്യം തോന്നി. അവിടെ സൈഡിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടിയെടുത്ത് അപ്പൻ്റെ തലക്കിട്ട് ഒരു അടി അടിച്ച് അപ്പനെ കൊന്നു. അങ്ങനെ ഈ കഥ അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥ ആരോടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ കഥ അങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അത് വായിക്കുമ്പോൾ നമുക്കറിയാം ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഫരീശന്മാരെ ഉദ്ദേശിച്ചിട്ടാകുന്നു ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ കഥയ്ക്കകത്തെ പിതാവ് ദൈവമാണെങ്കിൽ, ക്രിസ്തുവാണെങ്കിൽ, ഈ ഫരീശന്മാർ ചെയ്തത് അത് തന്നെയാണ്. ഇത്തരത്തിലെ കഥകൾ പറഞ്ഞതൊന്നും ഈ ഫരീശന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ ചാകുക തന്നെയായിരുന്നു ഇതിൻ്റെ എല്ലാം അവസാനത്തെ ഒരു മറുപടി. അങ്ങനെയെങ്കിൽ ഈ മൂത്ത സഹോദരൻ്റെ സ്വഭാവമായിട്ട് ഇന്നും നമ്മൾ നടക്കുകയാണെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ തലക്കിട്ടടിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഇന്നും ഓരോ നിമിഷം നമ്മൾ ഈ ദൈവത്തെ ക്രൂശീകരിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എന്തിനാണ് നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? എന്തിനാണ് ഗായക സംഘത്തിൽ പാടുന്നത്? എനിക്ക് ഇവിടുത്തെ ഗായക സംഘം ഒത്തിരി ഇഷ്ടമാണ്. നല്ല ഗായക സംഘമാണ്. എപ്പോഴും പുതിയ പുതിയ പാട്ടുകൾ പാടാൻ ശ്രമിക്കുന്നു. എന്തിനാണ്? ഇതൊരു ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണോ, അതോ ഇതൊരു പെർഫോമൻസ് ആണോ? എന്തിനാണ് എന്നും പള്ളിയിൽ വരുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ,
ദൈവത്തിന് മുൻപിൽ പറയാൻ വേണ്ടിയിട്ടാണോ? ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ 50 ദിവസവും പോയി എന്ന് അങ്ങ് ചെല്ലുമ്പോൾ പറയാൻ വേണ്ടിയിട്ടാണോ? അങ്ങനത്തെ ചില വാഗ്വാദങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കുക. കാരണം എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ, എൻ്റെ പെരുമാറ്റത്തിലൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ, എൻ്റെ ഹൃദയത്തിലൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. കാരണം ഈ നാഥന് പെർഫോമൻസിനേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പാണ് വേണ്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഇളയ മകൻ എല്ലാം ഇട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടും തിരിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് 2 കൈകളും കൊണ്ട് സ്വീകരിപ്പാൻ ഇടയായി തീർന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. ആ ബന്ധം അത് ദൈവത്തിന് ഒരു നാളും കളയാൻ പറ്റത്തില്ല. ഞാൻ എത്ര കളയാൻ ശ്രമിച്ചാലും ദൈവത്തിന് അത് ഒരു നാളും കളയാൻ പറ്റത്തില്ല. 4 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 1, ഇഫ് ഐ ഫീൽ ദാറ്റ് ഗോഡ് ഓവ്സ് മീ, ദൈവം എനിക്ക് കടപ്പെട്ടവനാണ് എന്ന് എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, തരേണ്ടതെല്ലാം തന്നിട്ടില്ല, ഇതിനേക്കാൾ അധികമായിരുന്നു ദൈവം എനിക്ക് തരേണ്ടത് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിലോ നമ്മുടെ ചിന്തയിലോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവവുമായിട്ട് ഇറ്റ് വാസ് എ പെർഫോമൻസ് റാദർ ദാൻ എ റിലേഷൻഷിപ്പ്. ഇഫ് ഐ ഹാഡ് റിസെൻറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഗോഡ്, ഈ ദൈവത്തോട് എനിക്ക് നീരസവും അമർഷവും കോപവും എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ചില പദ്ധതികൾ, ദൈവം ചെയ്ത ചില കാര്യങ്ങളിൽ അതിലെനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് പെർഫോമൻസ് ഓറിയൻറ്റഡ്. ഇഫ് ഐ എം യൂസിങ് മൈ ഓൺ സ്കോർ കാർഡ്, എൻ്റെ തന്നെ ഒരു അളവുകോൽ വെച്ച് ഞാൻ എല്ലാത്തിനെയും അളക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ പെർഫോമൻസ്. ഏറ്റവും ഉപരിയായിട്ട് എനിക്ക് ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും എൻ്റെ സഹോദരനോടൊപ്പം ചേർന്ന് ഹൃദയം കൊണ്ട് എനിക്ക് പങ്കുചേരുവാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെ പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഹൃദയങ്ങൾ ഈ ഇടവകയിൽ വന്നു ചേർന്നിട്ടില്ല എങ്കിൽ, ഒന്നായി തീർന്നിട്ടില്ല എങ്കിൽ ഈ ആരാധനയായി തീർന്നിട്ടില്ല. ഒരു പക്ഷെങ്കിൽ നാളത്തെ ഏവൻഗേലിയോൻ അതാകുന്നുവല്ലോ. എന്താകുന്നു യഥാർത്ഥമായിട്ടുള്ള ആരാധന? ഒരു പക്ഷെങ്കിൽ നാളെ ഏവൻഗേലിയോനിൽ കേൾക്കാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ഈ 50 ദിവസത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് ഇടയായി തീരട്ടെ. God is calling for us to have a relationship rather than a performance. ഇന്നെല്ലാം ഔട്ടറാണ്, എക്സ്റ്റേണലാണ് ഇന്ന് നമ്മളെല്ലാം മെച്ചപ്പെടുത്താൻ നോക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എവിടെയോ മറന്നു പോകുന്നു. ഈ നോമ്പിൻ്റെ കാലം നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുവാൻ, മനസ്സിലാകുവാൻ, അതിനെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, നല്ലതാക്കുവാൻ, മെച്ചപ്പെടുത്താൻ ആർക്കും അത് കാണാൻ പറ്റത്തില്ല, കാരണം ഉള്ളാണ്. പക്ഷേങ്കിൽ നമ്മുടെ ചില പ്രവർത്തികൾ മാത്രമേ അത് കാണാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അത്തരത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആത്മബന്ധം ഈ നാഥനുമായിട്ടുണ്ടാക്കുവാൻ, അടിക്കാൻ വേണ്ടിയിട്ടല്ല, കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ച് വീണ്ടും ആ ദൈവത്തിൻ്റെ പുത്രനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്ഷണമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങൾ ജീവിപ്പാൻ ത്രിയേക ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് പ്രിയപ്പെട്ട അച്ഛനോടും ഇടവകയിലെ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.